ഹലോ ExcelMcr വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് എന്താ? എക്സൽ VLookup ഇൻ VBA മൾട്ടിപ്പിൾ കോളം ഇൻഡെക്സ്. എക്സൽ VBA VLookup നിങ്ങൾക്കറിയുന്ന കേസ് തന്നെയല്ലേ. ഇവിടെ VLookup നമ്മൾക്ക് ഇവിടെ വിഷ്വൽ ബേസിക്കലി എടുക്കണം. ഇവിടെ 4 കോളമുണ്ട്: ABCD, നെയിം, ID നമ്പർ, മൊബൈൽ നമ്പർ, അഡ്രസ്സ്. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഡെവലപ്പർ ടാബിലേക്ക് പോകാം. വിഷ്വൽ ബേസിക് യൂസർ ഫോറം. ഇവിടെ ഓൾറെഡി ഒരു യൂസർ ഫോറം ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡബിൾ ക്ലിക്ക്. ആദ്യമായി ലേബൽ നെയിം 1, 2, 3, 4. അതിനുശേഷം ഇവിടെ ഒരു കോംബോ ബോക്സ്. അത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബോക്സ് 1, 2, 3. നമുക്ക് റണ്ണടിച്ച് നോക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ കോംബോ ബോക്സ് ഫില്ല് ചെയ്യണം. അതിനു വേണ്ടി യൂസർ ഫോറം ഡബിൾ ക്ലിക്ക്. പ്രൊസീഡർ വേണ്ടത് ഇനീഷ്യലൈസാണ്. ഓക്കെ, ഒരു വേരിയബിൾ എടുക്കണം. dim as long. ഇനി ഐക്കൊരു വാല്യൂ കൊടുക്കുക. I equals sheet 1 dot range bracket open double quote A double quote and row dot count bracket close dot end excel app dot row. ഓക്കെ, ഇനി അതിൻ്റെ വാല്യൂ എങ്ങനെയാണ് വരുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. MSG ബോക്സ് I ഇതൊന്ന് പ്ലേ ചെയ്യാം. 23. ഓക്കെ, ഒന്ന് കുറക്കാം നമുക്ക്. പത്തൊമ്പത് വരെ ഉള്ളൂ, അതായത് നോൺ ബ്ലാങ്ക് റോസ്. ഇനി എന്ത് ചെയ്യാം? ഇനി 23 എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റിസൾട്ട് എങ്ങനെയാണ് വരുന്നു? 23. 20, 21, 22 ബ്ലാങ്ക് ഇവിടെ. അതിവിടെ ബാധകമല്ല. ഏറ്റവും എൻഡിലായിട്ട് ഏത് റോസാണ് നോൺ ബ്ലാങ്കായി കിടക്കുന്നത് അതിൻ്റെ അഡ്രസ്സ് നമുക്ക് ഐക്ക് ഫീഡ് ചെയ്ത് തരും. ഓക്കെ, ഇനി MSG ബോക്സ് ഡിലീറ്റ് ചെയ്യുക. ഫോർ C equal 2 I 2 ഉപയോഗിക്കുന്ന ഒന്നാമത്തെ റോയിൽ ഹെഡർ കിടക്കുന്നുണ്ട്. രണ്ടാമത്തെ റോ മുതൽ നമുക്ക് ഡാറ്റ ഫില്ല് ചെയ്യേണ്ടത്. മീ ഡോട്ട് കോംബോ ബോക്സ് 1 ഡോട്ട് ആഡ് ഐറ്റം ഷീറ്റ് 1 ഡോട്ട് സെൽസ് C, എന്തായ റോ I, A കോളം I. ഓക്കെ, ഇനി നെക്സ്റ്റ് C. ഇതൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, 18 സ്റ്റാഫ്. ഡാറ്റ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. 23 വരെ. 22 സ്റ്റാഫ്. ഓക്കെ, സ്റ്റാഫ് നമ്പർ 22. ഡബിൾ ക്ലിക്ക്. പ്രൊസീഡർ ചേഞ്ച് തന്നെ. dim CND as long. CND equal sheet 1 dot range double quote A double quote and rows dot count dot end excel app dot row. ഓക്കെ, CNDക്ക് ഡൈനാമിക് റേഞ്ചായി. ഇനി VLookup എടുക്കേണ്ടത്
ടെക്സ്റ്റ് ബോക്സ് 1 അതിന് ആദ്യം ഒരു ലൂപ്പ് എടുക്കണം. ഫോർ എക്സ് ഈക്വൽ 1 to 4. ഇവിടെ 4 വർക്ക് ഷീറ്റ് കോളം ഉണ്ട്. അതേപോലെ 3 ടെക്സ്റ്റ് ബോക്സ്. അപ്പം 3 ടെക്സ്റ്റ് ബോക്സിന് എന്ത് ചെയ്യണം? ഇവിടെ ലൂപ്പ് ആക്കണം ടെക്സ്റ്റ് ബോക്സ്. കാരണം ഒരേ സമയത്ത് 3 ഉണ്ടല്ലോ. മീൻ ബ്രാക്കറ്റ് ഓപ്പൺ ഡബിൾ കോഡ് ടെക്സ്റ്റ് ബോക്സിൻ്റെ അഡ്രസ്സ് എന്നാ ആൻഡ് എക്സാ 1 2 3 ലൂപ്പായിട്ട് പോവും. ഈക്വൽ application dot worksheet function dot VLookup bracket open lookup value ഏതാ? മീ ഡോട്ട് കോംബോ ബോക്സ് 1. ഇനി നെക്സ്റ്റ് ലൈനിലേക്ക് വരണം നമുക്ക്. ഓക്കെ, കോമ ടേബിൾ ഇൻഡെക്സ് അറേ ഏതാ? ഷീറ്റ് 1 ഡോട്ട് റേഞ്ച് കോളം ഏതാ? എ ആൻഡ് ഈ 2 മുതൽ ഡബിൾ കോഡ് കോളം ഡി ആൻഡ് CNTൻ്റെ വാല്യൂ അറിയാലോ, ഡൈനാമിക് റേഞ്ചാ. അതിന് ശേഷം എന്താ? കോമ. ഇനി ഇവിടെ വേണ്ട കോളം ഇൻഡെക്സാണ്. കോളം ഇൻഡെക്സ് 2 3 4 ഒരേ സമയം 4 കൂടി ഒന്നിച്ച് കൊടുക്കണം. അതിന് വേണ്ടി എന്ത് ചെയ്യണം? എക്സിൻ്റെ വാല്യൂ 1 മുതലാണ്. അപ്പം നമുക്ക് ഒന്നാമത്തെ കോളം വേണ്ട, അതിൽ സ്റ്റാഫ് അല്ല, അത് ഓൾറെഡി കോംബോ ബോക്സിലുണ്ട്. ഇനി രണ്ടാമത്തെ കോളത്തിന് വേണ്ടി എക്സ് പ്ലസ് 1. ഇപ്പോൾ കോളം 2 ആയി. 2 മുതൽ 2 3 4 ആയി. അതിനുശേഷം എന്താ? കോമ 0. ഓക്കെ, ഇനി നെക്സ്റ്റ് എക്സ്. ഇവിടെ എക്സിനും എന്താ വാല്യൂ കൊടുക്കുന്നത്? 1 to 4. ടെക്സ്റ്റ് ബോക്സ് ഇവിടെ 1 to 3 വരെ ഉള്ളൂ. ടെക്സ്റ്റ് ബോക്സ് 4 ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഡിബഗ് കാണിക്കും. ഓൺ എറർ റീസ്യൂം നെക്സ്റ്റ്. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്യുക. എക്സ് പ്ലസ് 1 കോമ 0 2 3 4. ഓക്കെ, സ്റ്റാഫ് 2 101. ഓക്കെ, 810 കാസർഗോഡ്. സ്റ്റാഫ് 5 എവിടെയാ? 401. ഓക്കെ, 816 കോഴിക്കോട്. സ്റ്റാഫ് 22 401 850. ഓക്കെ, സ്റ്റാഫ് 21 അല്ലേ? സ്റ്റാഫ് 5 സോറി. സ്റ്റാഫ് 22 കൊടുക്കുക. നോക്കാം. 101 850 തിരുവനന്തപുരം. സ്റ്റാഫ് 8 18 701 842 കോഴിക്കോട്. ഓക്കെ, ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.